എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അങ്ങനെ രാജസൂയവും കഴിഞ്ഞു, ശിശുപാലവധവും കഴിഞ്ഞു. ഇനി അടുത്തലേക്ക് കിടക്കാൻ പോകണം. സാൽവൻ സാൽവൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ഈ ശിശുപാലൻ്റെ ഒരു ബന്ധുവും വളരെയധികം കൂടി നിൽക്കുന്ന ഒരു മിത്രവുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടിട്ടേ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഉപദേശം കഴിഞ്ഞിട്ടേ ഇദ്ദേഹം എന്തെങ്കിലും, അങ്ങനെ അത്രയും ബന്ധുത്വം അവർ സ്നേഹിതന്മാരായിരുന്നു. അപ്പോൾ ശിശുപാലൻ എപ്പോൾ വധിക്കപ്പെട്ടുവോ അപ്പോൾ തന്നെ അദ്ദേഹം വിചാരിച്ചു ഈ ശ്രീകൃഷ്ണനെ എങ്ങനെയെങ്കിലും കൊല്ലണം. അദ്ദേഹം പണ്ട് മുതൽക്ക് തന്നെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണ്. കൃഷ്ണശത്രുവാണ്. എന്താ കാരണം വെച്ചാൽ ഇല്ല, ഒരു കാരണമില്ല. എന്തെങ്കിലും കാരണം വേണ്ടേ? ചിലവർ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാവും, വെറുതെ ശത്രുക്കളായി മാറും, ഒരാവശ്യവും ഉണ്ടാവില്ല. അങ്ങനെ ഈ കൃഷ്ണനെ തൻ്റെ മിത്രം മരിച്ച അന്ന് മുതൽക്ക് കണ്ണുവെച്ചാണ്. പക്ഷെ അദ്ദേഹം ആലോചിച്ചു, അത്ര വേഗം ഇങ്ങനെ കൃഷ്ണനെ കൊല്ലാൻ സാധിക്കില്ല. പല അസുരന്മാരും പലവിധമായ വരങ്ങൾ പ്രാപിച്ചിട്ട് സാധിക്കാത്ത ഒരു മനുഷ്യനാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിന് കൊല്ലണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. വരബലവും കരബലവും വേണം. അപ്പോൾ അതിനെന്താ മാർഗം ആലോചിച്ചു. ഒടുവിൽ ശിവനെക്കുറിച്ച് തപസ് ചെയ്തു. നോക്കൂ, ഒരു പ്രത്യേകതയുണ്ട്. ഈ അസുരന്മാരും മറ്റ് എല്ലാവരും ഈ മരണത്തെ വെല്ലാൻ വേണ്ടിയിട്ട് ശിവനെക്കുറിച്ചാണ് അധികവും തപസ് ചെയ്യുക. കൃഷ്ണനെക്കുറിച്ച് തപസ് ചെയ്തിട്ടില്ല എന്നല്ല, മഹാവിഷ്ണുവിനെക്കുറിച്ച് വളരെയധികം പേര് തപസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരാണ് അധികം. അതിന് കാരണം എന്താ വെച്ചാൽ, പരമശിവൻ ക്ഷിപ്രപ്രസാദന അദ്ദേഹത്തെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്ന അദ്ദേഹം പെട്ടെന്ന് മുകളിൽ കയറും, മുന്നും പിന്നും നോക്കാതെയുള്ള വരങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, ശരി, ശിവനെക്കുറിച്ച് അങ്ങോട്ട് തപസ് കിടക്കാം. അങ്ങനെ ഘോരമായ തപസ് കിടന്നു. 4 ഭാഗവും അഗ്നി, വെള്ളമില്ല, അങ്ങനെ ഭയങ്കരമായ തപസ് കിടന്നു. ഉടനെ ശിവനും പാർവതിയും പ്രത്യക്ഷമായി. ചോദിച്ചു, നിനക്കെന്താ, നിൻ്റെ തപസ്സിൽ ഞാൻ തൃപ്തനാണ്, നിനക്ക് എന്താ ആവശ്യം, എന്ത് വരം വേണം എന്ന് പരമശിവൻ അദ്ദേഹത്തോട് ചോദിച്ചു. സാൽവനാണ്. അപ്പോൾ അദ്ദേഹം തൊഴുതുകൊണ്ട് കാല് പിടിച്ച് വന്ദിച്ച ശേഷം, മഹാപ്രഭു, എനിക്കാവശ്യം മരണമില്ലായ്മ. എങ്ങനെ ചോദിച്ചാൽ, അപ്സര, കിന്നര, ദേവൻ, മനുഷ്യൻ എന്നിവരാൽ ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല. കിംപുരുഷന്മാരാൽ കൊല്ലപ്പെടാൻ പാടില്ല. സാധാരണ മനുഷ്യരാൽ കൊല്ലപ്പെടാൻ പാടില്ല. ദേവന്മാരാൽ കൊല്ലപ്പെടാൻ പാടില്ല. അസുരന്മാരാൽ കൊല്ലപ്പെടാൻ മാത്രമല്ല, പക്ഷിമൃഗാദികളുടെ ആക്രമണത്തിൽ ഞാൻ മരിക്കാൻ പാടില്ല എന്നെല്ലാം ആവശ്യപ്പെട്ടു. സാധാരണ മനുഷ്യനാൽ മരിക്കാൻ പാടില്ല. എല്ലാത്തിലും ഉപരി മനുഷ്യനാൽ നിർമ്മിച്ച ആയുധങ്ങളാൽ ഞാൻ കൊല്ലപ്പെടാൻ പാടില്ല. അപ്പോൾ മൂപ്പര് വിചാരിച്ച എല്ലാ ഗ്യാപ്പും ഞാൻ അടച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ വരം കൊടുത്തു. കഴിഞ്ഞോ? ഇല്ല, പിന്നെ ഒന്നുകൂടി വേണം. എന്താണ്? എനിക്കൊരു രഥം വേണം. ആ രഥം മറ്റുള്ളവർക്ക് കാണാൻ കഴിയാൻ പാടില്ല, എനിക്ക് മാത്രമേ കാണാൻ കഴിയാൻ പാടുള്ളൂ. ഒരു മനുഷ്യനും അതിന് കാണാൻ കഴിയാൻ പാടില്ല. അതിൽ എനിക്ക് ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയണം. ഇദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞിരുന്നു കേട്ടോ, സ്വർഗം, പാതാളം, നരകം, ഭൂമി എന്നിവിടങ്ങളിലും വെച്ച് ഞാൻ മരിക്കപ്പെടാൻ പാടില്ല, എന്നെ കൊല്ലപ്പെടാൻ പാടില്ല എന്നുകൂടി പറഞ്ഞു. അങ്ങനെ ഒരു രഥം, ആ രഥത്തിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയണം. അതിന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാൻ പാടില്ല, പക്ഷേ മറ്റുള്ളവരെ എനിക്ക് കാണാൻ കഴിയണം എന്നൊരു വരം. അപ്പോൾ പരമശിവൻ വരം കൊടുത്തു. അദ്ദേഹം മനസ്സിൽ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഓ, നീ ഇത്ര വിദ്വാനാണെങ്കിൽ നിനക്ക് എന്നെക്കാളും അപ്പുറം അറിയുന്ന ചിലവരുണ്ടാവും.
ഏതായാലും എൻ്റെ മരണം അടുത്തു കഴിഞ്ഞു, ഞാനത് തടുക്കുന്നില്ല, പറഞ്ഞു ഒന്നും പറഞ്ഞില്ല, സന്തോഷിച്ചു കൊടുത്തു. നോക്കിക്കോളൂ, നിങ്ങൾ മഹാഭാരതവും ഭാഗവതമൊക്കെ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നോക്കാം. എല്ലാ അസുരന്മാരും അവർ മരിക്കാതിരിക്കാനും യുദ്ധത്തിൽ ജയിക്കാനും വേണ്ടിയിട്ടാണ് സാധാരണ തപസ് ചെയ്ത് വരങ്ങൾ വാങ്ങുന്നത്. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വരങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ വരുന്നുണ്ടായി ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അവർ യുദ്ധം ചെയ്തു, അതിലൂടെ ശ്രീകൃഷ്ണനെ വധിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ കൃഷ്ണനെ വധിക്കാൻ വേണ്ടി അവർ വരം വാങ്ങിയിട്ടില്ല. എവിടെയും ആരെങ്കിലും തപസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അവർ മരിക്കാതിരിക്കാൻ വേണ്ടി ഭൂമിയെ പാടില്ല, മനുഷ്യനാ പാടില്ല, മൃഗങ്ങളാ പാടില്ല എന്നൊക്കെ വരം വാങ്ങി എന്നല്ലാതെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടി വരം വാങ്ങിയ വളരെ അപൂർവ ആൾക്കാരേ ഉള്ളൂ. അതിലൊരാളാണ് ഈ ശ്യാലൻ. ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ശ്രീകൃഷ്ണനെ വധിക്കുക എന്ന് മാത്രമായിരുന്നു. അങ്ങനെ വരം കൊടുത്തു. വരം കൊടുത്ത ഉടനെ അദ്ദേഹം അങ്ങോട്ട് പോയി, ദ്വാരയ്ക്ക് പോയി. ഇനിയൊന്നുമില്ലല്ലോ, നമ്മുടെ എല്ലാം കിട്ടിക്കഴിഞ്ഞു, ആയുധങ്ങളും കിട്ടിക്കഴിഞ്ഞു, എല്ലാ വരവലും, ഇനി മരണമില്ല, ആരെ വേണമെങ്കിൽ കീഴടക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ ദ്വാരകയിൽ പോയി കൃഷ്ണനെ വെല്ലുവിളിച്ചു. കൃഷ്ണനെ വെല്ലുവിളിച്ച് കൃഷ്ണൻ അവിടെ ഇല്ല. അതിനു മുമ്പ് ഇദ്ദേഹത്തിന് വിവരം കിട്ടി, കൃഷ്ണൻ അവിടെ ഇല്ല, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൃഷ്ണൻ പോയിരിക്കുന്നു എന്ന വിവരം കിട്ടി. ഈ തക്കം നോക്കി ദ്വാരകയെ ആക്രമിച്ചു. പട്ടാളക്കാരെ എല്ലാവരും കൂടി ദ്വാരകയ്ക്ക് പോയി. അവിടെ പോയ സമയത്ത് എന്താണ്, ശ്രീകൃഷ്ണൻ്റെ മകൻ പ്രദ്യുമ്നനും ബലരാമമൂർത്തിയും മാത്രമേ ഉള്ളൂ. അവരുടനെ പട്ടാളത്തെ കൂട്ടി ഗംഭീര യുദ്ധം നടന്നു. ഈ ശ്യാലൻ്റെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, ഈ രണ്ട് ഭാഗത്തും മരിച്ചുപോയി. പക്ഷെ ശ്യാലിനെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പ്രദ്യുമ്നൻ യുദ്ധത്തിൻ്റെ ഇടയിൽ മയങ്ങി വീണു. അത്രയും ഗംഭീരമായ യുദ്ധമായിരുന്നു. പ്രദ്യുമ്നൻ മയങ്ങി വീണു. കൊന്നില്ല, കൊല്ലാൻ കഴിഞ്ഞില്ല. പ്രദ്യുമ്നൻ മയങ്ങി വീണു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഉണർന്നു. അപ്പോൾ തേരാളി അദ്ദേഹത്തെ ഒരു സ്ഥലത്തേക്ക് മാറ്റി. കുറച്ച് കഴിഞ്ഞ സമയത്ത് എണീച്ച് നോക്കിയ സമയത്ത് എന്താണ്, താനിങ്ങനെ പിന്മാറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിൽ പിന്മാറുന്നത് ശരിയല്ല, ഒരു യോദ്ധാവിന് ക്ഷത്രിയന് പറ്റിയതല്ല, അതുകൊണ്ട് എൻ്റെ യുദ്ധം നടക്കട്ടെ, മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ യുദ്ധം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കൃഷ്ണൻ കുറച്ച് താമസിക്കുക എന്ന് പറഞ്ഞിട്ട് വന്ന് അവിടെ ചില അപശകനങ്ങൾ അദ്ദേഹത്തിന് കണ്ടു, ശ്രീകൃഷ്ണൻ കണ്ടു. അപ്പോൾ ഉടനെ പാണ്ഡവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉടനെ ദ്വാരയ്ക്ക് പോകണം, അവിടെ എന്തെല്ലാമോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരോട് വിട വാങ്ങി ദ്വാരകയിൽ വന്ന് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ ഭയങ്കര യുദ്ധം നടക്കണം. പ്രദ്യുമ്നനും ഉടനെ അദ്ദേഹം പ്രദ്യുമ്നനെ നീക്കി സ്വന്തം തേരിൽ കയറി യുദ്ധം ഇദ്ദേഹം തുടങ്ങി. ശ്യാലിന് ഭയങ്കര സന്തോഷം. എന്താ, തേടിയ പാമ്പ് കാലിൽ കിട്ടി. അദ്ദേഹത്തിന് ആവശ്യം പ്രദ്യുമ്നനല്ല, ശ്രീകൃഷ്ണനാണ് ആവശ്യം. അപ്പോൾ കൃഷ്ണൻ അവിടെ എത്തി. ഇനി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഗംഭീരമായ യുദ്ധം നടന്നു. പെട്ടെന്ന് ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ അദ്ദേഹം അപ്രത്യക്ഷനായി. അപ്പോൾ ശ്രീകൃഷ്ണൻ 4 ഭാഗവും നോക്കി, എവിടെയും കാണാനില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് വരം കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു രഥം കിട്ടിയിട്ടുണ്ടല്ലോ. ആ രഥത്തിൽ കയറി മൂപ്പര് ആകാശത്തേക്ക് മറിഞ്ഞാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഇയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ ഓടി വന്ന് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ താങ്കളുടെ അച്ഛനെ ആരോ കൊണ്ടുപോയിരിക്കുകയാണ്, ആരെന്ന് അറിയില്ല, അമ്മ അവിടെ ഇരുന്നു കരയുന്നു. കൃഷ്ണൻ ഇങ്ങനെ ആലോചിച്ചു, ബലഭദ്രസ്വാമിയുണ്ട്, പ്രദ്യുമ്നനുണ്ട്, മറ്റ് മഹാരഥന്മാരൊക്കെ അവിടെ ഉള്ള സമയത്ത് അച്ഛനെ ആരാ ഇങ്ങനെ കൊണ്ടുപോകാൻ എന്നാലോചിച്ചു. തൻ്റെ ദിവ്യശക്തിയിൽ നോക്കിയ സമയത്ത് എന്താണ്, ശ്യാലൻ രഥത്തിൽ കയറി ഇദ്ദേഹത്തെ അച്ഛനെ കയറിട്ട് ബന്ധിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണ, ഹേ കള്ളകൃഷ്ണ, നിൻ്റെ അച്ഛൻ ഇതാ എൻ്റെ കയ്യിലാണ്, ഞാനിപ്പോൾ വെട്ടി നുറുക്കാൻ പോവാണ്. ഒരച്ഛനെ രക്ഷിക്കാൻ സാധിക്കാത്ത നീ, നിനക്ക് എന്ത് ശക്തിയാവുള്ളതാണ് എന്ന് കുറേയൊക്കെ പറഞ്ഞ് ഇയാളെ തുണ്ടാക്കി വെട്ടി അങ്ങനെ കാട്ടി.
അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു, എൻ്റെ അച്ഛനെ നീ കൊല്ലാൻ ഇത്രയധികം കഴിവുള്ളവനാണോ എന്ന് വിചാരിച്ച് പിന്നെ അധികം ധ്യാനിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം വെറും മായയാണ്, ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് ഇയാളുടെ തപശക്തി കൊണ്ട് ഇയാൾ മായ കാട്ടി അങ്ങനെ കെട്ടിയതായും അച്ഛനെ കൊന്നതായും അത്തൻ്റെ തല ശിരസ് വെട്ടി കയ്യിൽ വെച്ചതായും ഒക്കെ കൃഷ്ണന് കാട്ടിക്കൊടുത്ത് വെറും മായയായിരുന്നു. ഭഗവാനെ കളിപ്പിക്കാൻ ആർക്കെങ്കിലും സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്ന ആളെ കളിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? ഇയാൾ എത്രത്തോളം വിഡ്ഢിയാണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ കൃഷ്ണൻ ഉടനെ ഇനി ഇയാളെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പറഞ്ഞ് സുദർശന ചക്രം കൊടുത്ത് അദ്ദേഹത്തിന് കഴുത്തു വെട്ടി. ഇവിടെ നോക്കിക്കോളൻ, അയാളുടെ വരബലം, അയാൾ വരം ചോദിച്ചെന്താണ്? സാധാരണ മനുഷ്യരാൽ കൊല്ലപ്പെടാൻ പാടില്ല. ഭഗവാൻ സാധാരണ മനുഷ്യനല്ല, ഇത് അദ്ദേഹം മറന്നുപോയി. 2, മനുഷ്യനിർമ്മിതമായ ആയുധങ്ങളാൽ കൊല്ലപ്പെടാൻ പാടില്ല. സുദർശന ചക്രം മനുഷ്യനിർമ്മിതമല്ല, ഇതും അയാളെ വിട്ടുപോയി. 3, സ്വർഗം, ഭൂമി, നരകം, പാതാളം എന്നിവിടങ്ങളിൽ വെച്ച് ഞാൻ മരിക്കപ്പെടാൻ പാടില്ല. ഈ 3 സ്ഥലത്തുമല്ല, ആകാശത്ത് വെച്ചിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ ഭാഗവതം വേദവ്യാസൻ എഴുതിയത് വെറും വിഡ്ഢിയല്ല. ഭഗവാൻ പലതും അതിൽ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു പാഠം എന്താ വെച്ചാൽ, മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആരാധനയോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള കർമ്മങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് അവർ നശിക്കില്ല, നിങ്ങൾക്ക് തിരിച്ചു വന്ന് നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് ഭാഗവതത്തിലൊരു പാഠമാണ്. ഭാഗവത കഥകൾ കേട്ടാൽ പോരാ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് സൽക്കർമ്മം ചെയ്യണം. ഇത് കൃഷ്ണനെ വധിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യമായിരുന്നു അയാൾക്ക്. അതെന്തായി? സ്വയം മരിച്ചുപോയി. ഇനി നമുക്ക് ദന്തവക്രനെ പറ്റിയാണ് പറയേണ്ടത്. അത് നമുക്ക് പിന്നീട് പറയാം. നമസ്കാരം, നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം കേട്ടതിന് വളരെയധികം നന്ദി, സന്തോഷം.